السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഒരാൾക്ക് ഒരു മകൾ പിറന്നിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത ആണല്ലോ കുട്ടി ജനിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മകളാണെന്ന് കേൾക്കേണ്ട താമസം അയാളുടെ മുഖം കറുത്തിരുണ്ടു പോകും. അപമാനവും വ്യസനവും നിമിത്തം കോപം കടിച്ചിറക്കിക്കൊണ്ടിരിക്കും. അതേസമയം അവര് അള്ളാഹുവിന് പെൺമക്കളുണ്ട്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, ഈ പെൺമക്കളുടെ പേരിൽ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവരുടെ ആരാധ്യ വസ്തുക്കൾ ദേവന്മാരെക്കാൾ കൂടുതൽ ദേവതകളായിരുന്നു എന്നും. അതേസമയം അവർ അള്ളാഹുവിന് പെൺമക്കളെ വെച്ചു കൊടുക്കുന്നു. അവർക്ക് പെൺമക്കൾ ജനിക്കുമ്പം അങ്ങേയറ്റത്തെ വ്യസനവും കോപവും അവർക്ക് ഉണ്ടാവുകയാണ്. അവർ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും ലജ്ജ, അപമാനം ഇത് ഭയന്ന് അവർ ഒളിച്ചു നടക്കും. കാരണം എന്താണ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഈ യുദ്ധപ്രിയന്മാരായ അറബികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും യുദ്ധമുണ്ടാകും. ആ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ പെൺകുട്ടികൾക്ക് സാധിക്കുകയില്ല. കൂടാതെ ജോലി ചെയ്ത് അധ്വാനിച്ച് ധനം സമ്പാദിക്കുന്നതും ആൺകുട്ടികളാണ്. മറ്റൊന്ന്, യുദ്ധത്തിൽ ഈ ഗോത്രത്തിലെ അംഗങ്ങൾ പിടിക്കപ്പെട്ടാൽ ആ അംഗങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ ജയിച്ച വിഭാഗം അവരെ അപമാനിക്കുകയും മറ്റ് വിധത്തിൽ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപമാനകരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ ജനിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ അവർ ദുഃഖവും വ്യസനവും കടിച്ചമർത്തി ആളുകളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.